പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിന്റെ 4-ാമത്തെ തിങ്കളാഴ്ചയിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് ഈശോ പറയുന്നു. ഇവിടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളുടെ ഒരു നീണ്ട നിര ഈശോ അവതരിപ്പിക്കുന്നുണ്ട്. ആ ലിസ്റ്റിലേക്ക് നോക്കിയാൽ നമുക്ക് ആ കാര്യങ്ങളെ 2 രീതിയിലായി ഗണം തിരിക്കാം. ഒന്ന്, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന പാപങ്ങളാണ്. ഒരുപക്ഷെ എന്നെയും മറ്റുള്ളവരെയും ഒരുപോലെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാശം കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള പാപങ്ങൾ. ദുശ്ചിന്ത, വ്യഭിചാരം, വഞ്ചന, കൊലപാതകം, മറ്റുള്ളവരെ പൂർണ്ണമായും നശിപ്പിക്കുന്ന, എനിക്കും അവർക്കും ഹാനികരമാകുന്ന പാപങ്ങൾ. സ്വയം നശിപ്പിക്കുന്ന, എന്നെ തന്നെ നശിപ്പിക്കുന്ന ചില പാപങ്ങളുടെ കാര്യങ്ങളും ആ കൂടെ പറയുന്നുണ്ട്. അസൂയ, അഹങ്കാരം, മൂഢത. അതൊരു പക്ഷെ മറ്റുള്ളവരോട് നേരിട്ട് ഇടപെടുന്നില്ല, ബന്ധപ്പെടുന്നില്ല, പക്ഷെ അത് എൻ്റെ ആത്മനാശത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ, നമ്മുടെ ഹൃദയം ഉള്ള് മോശമായിരിക്കുമ്പോൾ അത് മറ്റുള്ളവരെയും എന്നെയും ഒരുപോലെ നശിപ്പിക്കുന്നു എന്ന് ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ എപ്പോഴുമുള്ള ഒരു ആശംസയും പ്രാർത്ഥനയും ഒക്കെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് മനസ്സ് നന്നാവട്ടെ, നമ്മുടെ ഹൃദയം നല്ലതായിരിക്കാനുള്ള അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലെ തിരുവചന വായനകളിലെല്ലാം ഹൃദയത്തിനുണ്ടാവേണ്ട മാറ്റത്തെക്കുറിച്ച്, ഹൃദയത്തിന്റെ ഒരു പരിവർത്തനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. മെറ്റനോയിയ, എ ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ച് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിന്റെ ഒരു സമൂലമായ പരിവർത്തനം, നന്മയിലേക്കുള്ള ഒരു പരിവർത്തനത്തെക്കുറിച്ച് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തിന്റെ കാര്യങ്ങൾക്കാണ് ഈ നാടുകളിൽ തിരുവചനം പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കും ലോകത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഭൗതിക കാര്യങ്ങളുടെ പ്രാധാന്യം കുറയ്ക്കാനും, മറിച്ച് ഹൃദയത്തിന്റെ വിശുദ്ധിയും നന്മയും ആന്തരിക കാര്യങ്ങളുടെ പുറമേ കാണുന്നില്ലെങ്കിൽ ഉള്ളിലുള്ള നന്മയുടെ പ്രാധാന്യം കൂടുതലായി ഈ നാളുകളിൽ ചിന്തിക്കാനും അത് വർദ്ധിപ്പിക്കാനുമായി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. മറ്റുള്ളവരെയും എന്നെയും നശിപ്പിക്കാൻ ഉതകുന്ന, അതിന് പര്യാപ്തമായ പാപങ്ങളുടെ ഒരു നീണ്ട നിര ഇന്ന് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച്, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണെന്നും അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. ഞങ്ങൾ ആരും ഒരുപക്ഷെ ഈ പാപ സാഹചര്യങ്ങൾക്ക് അതീതരല്ല. ഞങ്ങൾ ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഞങ്ങളെ നശിപ്പിക്കുന്ന, ഞങ്ങളുടെ സഹോദരങ്ങളെ നശിപ്പിക്കുന്ന പാപങ്ങളിൽ നിന്നും പാപ വഴികളിൽ നിന്നും മാറി നിൽക്കാനും വിശുദ്ധിയിലായിരിക്കാനും നല്ലത് മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.